ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇവിടെ നല്ല മഴയാണ് കേട്ടോ. രാവിലെ എണീറ്റപ്പോൾ ഇങ്ങനെ സ്കൂളില്ലാത്ത ടൈമിൽ മഴ കാണാൻ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. കാരണം ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് കുറേ പ്ലാൻ ഉണ്ടാവുമല്ലോ സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ മുറ്റടിക്കാൻ, അതുപോലെ പുല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ ബാക്കിൽ സൈഡിലൊക്കെ പുല്ലുകളുണ്ടെങ്കിൽ പറിക്കാൻ, കട്ടൊന്ന് കഴുകാൻ, അങ്ങനെയുള്ള പ്ലാനായിട്ടാണ് കേട്ടോ രാവിലെ എണീക്കുക. അപ്പോൾ നോക്കുമ്പോഴോ മഴയും മഴ കാണുമ്പോൾ അപ്പോൾ ഞാൻ സ്കൂളില്ലാത്ത ടൈമുകളിൽ മഴ ഉണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. നമ്മൾ സ്കൂട്ടിയിൽ പോകുമ്പോൾ റെയിൻ കോട്ട് വെച്ചെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. പിന്നെ മഴ ഒന്ന് തോർന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ജനാലിൽ ഗ്ലാസ്സിലൊക്കെ ചെറിയൊരു ഡോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ പായൽ പിടിക്കുക അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ പറയില്ല, അതുപോലെ എനിക്കാണെങ്കിൽ അത് കാണുന്നിടത്തോളം ദേഷ്യം വേറെ ഒന്നുമില്ല. നമ്മൾ ഓഫീസിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ കിച്ചണിൽ നിൽക്കുമ്പോഴൊക്കെ നമുക്ക് അതിനകത്ത് പുറത്ത് കൂടെ നോക്കുമ്പോൾ ഇങ്ങനെയുള്ളൊരു ഡോട്ട് കാണാൻ കഴിയും കേട്ടോ. നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. സംഭവം ചെറിയൊരു കുഞ്ഞു കുഞ്ഞു ഡോട്ടാണിത്. ഒരു വൃത്തിയില്ലാണ്ട്, ഗ്ലാസ് വൃത്തിയില്ലാണ്ട് ക്ലീൻ ആക്കാത്ത പോലെയാണ് കേട്ടോ. അപ്പം ഞാൻ രാവിലെ തന്നെ എണീറ്റ് പിന്നെ പഴം പുഴുങ്ങി, അതുപോലെ തന്നെ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പുട്ടായിരുന്നു കേട്ടോ. പുട്ടിൻ്റെ വീഡിയോ പിന്നെന്താ ഞാൻ ഇതിന് മുൻപൊക്കെ ചെയ്തിട്ടുണ്ട്, ഇനി എന്താ എടുക്കുന്നതെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ നമ്മുടെ കയ്യിൽ ഗ്ലാസ് ക്ലീനർ ഇതിന് നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ. ഇങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ ഗ്ലാസ്സിനകത്ത് നമ്മൾ ഗ്ലാസ് ക്ലീനർ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമ്മളുടെ ടർക്കി ഉണ്ടല്ലോ അത് വെച്ചിട്ടൊന്ന് വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലാസ് നന്നായിട്ട് തിളങ്ങിയിരിക്കും കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ ഓഫീസ് റൂമിൽ തന്നെ ഒരു 2, 4, 5, 6, 8, 9, 10 ജനലോളം നമ്മുടെ ഓഫീസ് റൂമിൽ തന്നെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനെയുള്ള നനച്ചുള്ളി എന്നല്ല, ഞാൻ മന്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തട്ടിക്കൊട്ടും കാര്യങ്ങളൊക്കെ ആകുമ്പോഴാട്ടോ നമുക്ക് ജനൽ വെച്ചതിൻ്റെ പ്രയാസം എന്താണെന്ന് അറിയാം. കാരണം ഒക്കെ കൂടെ തുടച്ച് മിനുക്കി പോരണമെങ്കിൽ നല്ല പണിയാണ് എന്ന് പറഞ്ഞ പോലെയാണ്, നല്ല പണിയാണ് കേട്ടോ. എന്നാലും ഞാനിപ്പോൾ നീ ഏതായാലും ഇപ്പോൾ അങ്ങനെ വെച്ചതല്ലേ, ഇപ്പോൾ തുടക്കാതിരിക്കണ മോശമല്ലേ വിചാരിച്ചിട്ട് ഓഫീസിലുള്ള 10 ജനലും, അതുപോലെ നമ്മുടെ ഹാളിനകത്തുള്ളത്, അതുപോലെ കിച്ചണിനകത്തുള്ള ജനലുകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, ചെറിയ ഡോട്ടും കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ ഒരു മാസം ആയതുകൊണ്ട് തന്നെ ചെറിയ തോതിൽ പിന്നെ മാറാലൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. ഏതായാലും മഴയത്ത് ഇനി മുറ്റത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ പുല്ല് പറിക്കാനോ ചെത്തിക്കോരാനോ ഒന്നും കഴിയൂല. പുല്ല് എന്ന് പറയുമ്പോൾ ബാക്ക് സൈഡിലുള്ളൂ, ഫ്രണ്ട് ഏജിലില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഫുള്ള് ക്ലീനിങ് നമ്മുടെ ജനലാവാന്ന്. അങ്ങനെ ജനൽ ഹോളത്തെ ജനലാണ് കേട്ടോ അത്. പിന്നെ ഹോളിൻ്റെ ജനലിൻ്റെ താഴെ കൂടി ചെറിയ ഉറുമ്പും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഹിറ്റ് വെച്ച് അടിച്ച് ഫുള്ള് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് എൻ്റെ വിശ്വാസമാണോ എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. നമ്മുടെ കിടക്കുന്ന റൂമിൽ ഫാനിനകത്ത് നമുക്ക് ഈ അതിൻ്റെ ഇതിൽ പൊടി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്കതിട്ട് കഴിഞ്ഞാൽ അലർജിൻ്റെ പ്രശ്നം എനിക്കില്ല, എന്നാലും മോൾക്ക് എനിക്കതിങ്ങനെ ഫീൽ ചെയ്യാൻ കേട്ടോ. ഞാൻ ഇമ്മ പൊടിയുള്ളത് കൊണ്ടാണോ മോൾക്ക് ജലദോഷം പിടിക്കുന്നത്, എപ്പോഴേലൊക്കെ ജലദോഷം വന്നാൽ എനിക്ക്, അപ്പം ഞാൻ ഫാനാണ് നോക്കുക കേട്ടോ. അപ്പോൾ ഫാനിൽ പൊടി ഉണ്ടെങ്കിൽ എനിക്കിങ്ങനെ തോന്നും നമ്മൾ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് പൊടി സ്പ്രെഡ് ചെയ്തിട്ടാണോ മോൾക്ക് ജലദോഷം പിടിക്കണം അല്ലെങ്കിൽ മോനിക്ക് ജലദോഷം പിടിക്കണേന്നുള്ളത് ഒരു ഫീലാണ് കേട്ടോ എനിക്ക്. അപ്പം ഞാൻ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഫാനൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പോഴേക്കും കുഞ്ഞോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ചേലേങ്കര വീട്ടിലൊന്ന് പോകുക എന്നുള്ളത്. ബ്രദർ ഉണ്ട് അവിടെ. പിന്നെ ഹെന്ന അവളെ വീട്ടിൽ പോയി കണ്ടു. നമ്മളുടെ മുഹറം 9, 10 ലീവായതുകൊണ്ട് തന്നെ അവളെ വീട്ടിലും പോയി. അങ്ങനെ നമ്മൾ ചേലേങ്കര വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ വണ്ടിയും കൊണ്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ബ്രദറും ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ കുറച്ച് ടൈം പുറത്തൊക്കെ നിന്ന് പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും വീടുകൾ നമ്മളുടെ റിലേറ്റീവിൻ്റെ വീട് തന്നെ, മേമാൻ്റെയും അതുപോലെ അമ്മായിൻ്റെയൊക്കെ വീടാണ് കേട്ടോ. അതായത് വാപ്പാൻ്റെ അനിയൻ്റെ വീടും വാപ്പാൻ്റെ പെങ്ങളെ വീടൊക്കെ തന്നെ ഉണ്ട് തൊട്ട്. അപ്പോൾ അവിടെയൊക്കെ പോയി നമ്മൾ ഫസ്റ്റ് കുറച്ച് കഴിഞ്ഞിട്ട് കാണില്ല, അവിടെയൊക്കെ പോയി സംസാരിച്ച് വന്ന് പിന്നെ വീട്ടിൽ കയറി കേട്ടോ. അങ്ങനെ ഇവിടെ വന്ന് കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പിയിലാണ്. അപ്പോഴേക്കും നൗഫിയും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾ പിന്നെ എബ്രോഡിൽ നിന്ന് വന്നിട്ട് നമ്മളെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ വിളിച്ച് എല്ലാവർക്കും ഒരുമിച്ച് കൂടിയാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവളും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളുടെ മോനെന്ന് അർജൻറ്റീന ഫാനാണ് കേട്ടോ. അപ്പോൾ അവർ എബ്രോഡ് ആകുമ്പോഴേ അർജൻറ്റീനൻ്റെ ജേഴ്സിയൊക്കെ എടുത്ത് എപ്പോഴും എനിക്ക് അർജൻറ്റീന എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അവൻ്റെ വാപ്പ അർജൻറ്റീന ആയതുകൊണ്ട് അവനും അർജൻറ്റീന. എന്താ കഥ എന്നുള്ളത് അപ്പോൾ കുറച്ച് ടൈം അവിടെ ഇരുന്ന് പിന്നെ കിച്ചണിൽ പോയിട്ട്, കിച്ചണൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. നമുക്ക് ഒന്നും അടിക്കാനോ തുടക്കാനോ ഒന്നുമില്ല കേട്ടോ. വീട്ടിലെത്തിയപ്പോൾ പിന്നെ ബ്രദർ പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് കട്ട് ചെയ്ത് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട്. അന്ന് നമ്മൾ മുഹറം 10ൻ്റെ നോമ്പിനാണ് കേട്ടോ വീട്ടിലെത്തിയിട്ടുള്ളത്. അപ്പോൾ നോമ്പ് തുറക്കാനും ആയി. പിന്നെ കുട്ടികൾക്കൊക്കെ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പേരക്ക, മാംഗോ, അതുപോലെ
വാട്ടർ മെലന് റോബസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ടൈം അവന് പ്രൊജക്ടറൊക്കെ അവൻ്റെ റൂമിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ടൈം അവിടെ പോയിരുന്നു കേട്ടോ. മക്കളെ ഓൾറെഡി അവിടെയാണ്. അപ്പോൾ എന്താ സംഭവം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അവൻ്റെ റൂമിൽ കുറച്ച് ടൈം പോയിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവന് പ്രൊജക്ടർ സെറ്റ് ചെയ്തത്. അപ്പോൾ പിന്നെ കുട്ടിയുടെ ഡാൻസ് ഇതാണ് കേട്ടോ. ഇവനക്ക് സംഭവം എന്താണ് അർജൻറ്റീന, എന്താണ് പിന്നെ മെസ്സി എന്നൊന്നും അറിയില്ല കേട്ടോ. ആളുകൾ അർജൻറ്റീന എന്ന് പറഞ്ഞാൽ അവൻ്റെ വാപ്പ അർജൻറ്റീന ആയതുകൊണ്ട് അവൻ അർജൻറ്റീന അങ്ങനെയുള്ള ഇതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്നിടത്ത് അവൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനക്ക് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്നും വേണ്ടാന്ന് പറയാം. പിന്നെ ഞാൻ നല്ലൊരു ആപ്പിൾ വെച്ചിട്ട് ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നോമ്പ് തുറക്കാനാകുമ്പത്തിന് എനിക്കും കുഞ്ഞോൾക്കും അതുപോലെ നൗഫിക്കുട്ടിക്കും പിന്നെ മക്കൾക്കും നോമ്പായിരുന്നു കേട്ടോ. ചെറിയ മക്കളില്ലാത്ത നമുക്കൊക്കെ നോമ്പായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഇവരൊന്ന് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ നോമ്പ് തുറക്കുന്ന ടൈമിൽ നമുക്കൊരു തൊയിരം തരുമല്ലോ കേട്ടോ. വന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ സ്വസ്ഥമായിട്ട് നോമ്പൊക്കെ പറഞ്ഞതിനേക്കും പിന്നെ ബ്രദർ നമ്മളുടെ റവാബിയിലുള്ള ഷവായി മന്തി മസാല ഷവായ അതുപോലെ മന്തിയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. റവാബി അല്ല നവാബി. നിസ്കാരമൊക്കെ കഴിഞ്ഞ് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. അപ്പോൾ നവാബിയുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് അവിടെ നമ്മളെ മാങ്ങ നൈസായിട്ട് കട്ട് ചെയ്തിട്ട് അതിനകത്ത് കുറച്ച് സോസൊക്കെ ഇട്ടിട്ട് തരുമല്ലോ. അത് അവിടെ ബ്രദറിന് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അവന് നവാബിയിൽ അവിടെ പോയിട്ട് ഫുഡ് മന്തി അതുപോലെ മസാല ഷവായൊക്കെ മേടിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവന് ആദ്യം തന്നെ വന്നിട്ട് പറയും എനിക്കൊരു പാക്ക് വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൻ കൊണ്ടുപോയിട്ടു. പിന്നെ നമ്മൾ പൊട്ടിക്കലും കുട്ടികൾക്ക് പിന്നെ മന്തിയുടെ സ്മെല്ല് കേട്ടൊക്കെ അപ്പോൾ എല്ലാവർക്കും ഫുഡ് വേണം. നമ്മളപ്പോൾ ഫ്രൂട്ട്സും ജ്യൂസൊക്കെ ഇരുന്ന് കഴിച്ച് കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നു കേട്ടോ. പിന്നെ മന്തിയുടെ റൈസിൻ്റെ പാക്കൊക്കെ പൊട്ടിക്കുകയാണ്. നമ്മൾ അവിടെ 2 ഫുൾ ഷവായി അതുപോലെ 2 മന്തി റൈസ് കണ്ടു മേടിച്ചിട്ടുണ്ടായിരുന്നേ. എന്നാൽ തന്നെ നമുക്ക് എണ്ണയും കുട്ടിയും ഇല്ലാത്തതുകൊണ്ട് തന്നെ ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ പിന്നെ കറക്റ്റ് ആയിരിക്കും. കുറച്ചൊക്കെ ബാലൻസ് ഉണ്ടായിരുന്നു. അവരും കൂടെ ഉണ്ടെങ്കിൽ കറക്റ്റ് ആവും കേട്ടോ. പിന്നെ എന്തെങ്കിലും സാധനങ്ങൾ കൊടുന്നാൽ ഇത് നുള്ളി വയ്ക്കുക എന്നുള്ളത് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ. ഇങ്ങനെയുള്ള സംഭവങ്ങൾ കൊടുന്നിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും ചെറിയ ചെറിയ റബ്ബർ ബാൻഡ് വെച്ച് കെട്ടിയിട്ടുണ്ടാവും. പിന്നെ അത് എടുക്കാൻ തന്നെ കുറേ ആൾക്കാർ വേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇവരെ നവാബിക്കാരെ ഹൈലൈറ്റ് പറയുന്നത് ഈ മസാല ഷവായിയാണ്. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. മസാലക്കൊക്കെ എന്താ ടേസ്റ്റ് അറിയാം. പാകത്തിന് എരിവും അതുപോലെ മസാലയും ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നിങ്ങൾ ആരെങ്കിലും നവാബിയിൽ നിന്ന് മേടിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇത് എവിടെയെന്ന് വെച്ചാൽ നമ്മളുടെ കോളേജിൻ്റെ അവിടെയാണ് കേട്ടോ. കോളേജിൻ്റെ താഴെയുള്ളത്. അങ്ങനെ നമ്മൾ ഒക്കെ കഴിച്ച് കഴിഞ്ഞ് പോകാൻ വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട്. നമ്മളുടെ വീട്ടിലേക്ക് നൗഫിക്കുട്ടിനെ ഞാൻ വാഴമ്പുറത്ത് ആക്കി കൊടുത്ത് അങ്ങനെ നമ്മളും വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെയാണ് വീഡിയോ.